നിങ്ങൾ തളർന്നു പോകുന്ന നിമിഷങ്ങൾ ഉണ്ടാകാം. വികാരങ്ങളുടെ അമിതഭാരം നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം. അവ പൊട്ടിത്തെറിച്ച് ഒരു അഗ്നിപർവ്വതം പോലെ പുറത്ത് വരുന്നതിന് മുമ്പ്, അങ്ങനെ സംഭവിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഏതാനും മിനിറ്റുകൾ ഇരുന്ന് ശുദ്ധീകരണം ചെയ്യാം. എനിക്ക് ഈ ശുദ്ധീകരണ പ്രക്രിയ ഏറെ ഇഷ്ടമാണ്. നമ്മൾ എന്താണ് ശുദ്ധീകരിക്കുന്നത്? പകൽ സമയത്ത് ദൈനംദിന പ്രവർത്തനങ്ങളിൽ നാം ആർജിച്ച മുദ്രണങ്ങൾ നമ്മൾ ശുദ്ധീകരിക്കുകയാണ്. അപ്പോൾ ഈ മുദ്രണങ്ങൾ എന്താണ്? എങ്ങനെയാണ് നാം ഇവയെ ആർജിക്കുന്നത്? ഐസക് ന്യൂട്ടന്റെ അഭിപ്രായത്തിൽ ഓരോ പ്രവൃത്തിക്കും മനഃശാസ്ത്രപരമായി ഈ സാഹചര്യത്തിൽ ഓരോ ചിന്തയ്ക്കും പ്രവൃത്തിക്കും തുല്യവും വിപരീതവുമായ പ്രതികരണങ്ങൾ ഉണ്ട്. ഭൗതിക ലോകത്ത് അത് ശരിയായിരിക്കാം. എന്നാൽ ആന്തരിക ലോകത്തേക്ക് വരുമ്പോൾ നാം ചെയ്യുന്ന പ്രവൃത്തിക്ക് അതിന് തത്തുല്യമായ പ്രതികരണം വരണമെന്നില്ല. ഒന്നുകിൽ അതിൻ്റെ പ്രതിപ്രവർത്തനം 0 ആയിരിക്കാം, അല്ലെങ്കിൽ അതിന് അനന്തമായ സാധ്യതകളോടെ പ്രതികരിക്കാൻ കഴിയും, അനന്തമായ അളവിൽ പ്രതികരിക്കാൻ കഴിയും. നിങ്ങൾക്ക് മുമ്പിലൂടെ ആകർഷണീയതയുള്ള ഒരാൾ കടന്നു പോകുന്നു എന്ന് വിചാരിക്കുക. ഇതൊരു ലളിതമായ സംഗതിയാണ്. ഒരാൾ കടന്നു പോകുന്നു. അയാൾ നിങ്ങളെ വളരെ ആകർഷിച്ചു. ആ ആളുടെ വ്യക്തിത്വം നിങ്ങളെ അതിശയിപ്പിക്കുന്നു. നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യും. ഇതാണ് മുദ്രണം. ഇങ്ങനെയാണ് നമ്മൾ ഈ മുദ്രണങ്ങൾ ശേഖരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഭാഗധേയം രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമ്മൾ കാണുന്നത് ചിലപ്പോൾ ഒരാളെ നോക്കുമ്പോൾ തൽക്ഷണം പ്രണയത്തിൽ ആകാറുണ്ട്. അല്ലെങ്കിൽ ഒരു പ്രണയിതാവ് അങ്ങനെയൊന്ന് നോക്കിയാൽ നിങ്ങൾ പറയും, ഓ, എന്തിനാണ് അവൻ എന്നെ ഇങ്ങനെ നോക്കുന്നത്? എനിക്കത് ഇഷ്ടമല്ല എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. ഇതിൻ്റെയെല്ലാം അടിസ്ഥാനം എന്താണ്? നമ്മുടെ ബോധതലത്തിൽ നമ്മൾ വഹിക്കുന്ന അബോധാത്മക സ്വാധീനങ്ങൾ. ഈ സ്വാധീനങ്ങളെല്ലാം നമ്മൾ മുദ്രണങ്ങൾ അല്ലെങ്കിൽ സംസ്കാരങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇവിടെയാണ് ശുദ്ധീകരണ പ്രക്രിയ പ്രസക്തമാകുന്നത്. നമ്മൾ കാര്യങ്ങളെ അതേപടി തന്നെ യഥാർത്ഥമായി കാണാൻ ആഗ്രഹിക്കുന്നു. ശുദ്ധീകരണ പ്രക്രിയയുടെ സഹായത്തോടെ വിധി കൽപ്പിക്കാത്ത ഒരു ആന്തരികാവസ്ഥയിൽ എത്തുന്നു. ചിലപ്പോഴൊക്കെ നാം പെടുന്ന മുദ്രണങ്ങളുടെ സ്വാധീനം ഇല്ലാതെ. ഇതുപോലുള്ള ഓർമ്മകളുടെ സ്വാധീനത്തിൽ നിന്നും ഇത്തരം മാനസിക ഭാരത്തിൽ നിന്നും സ്വയം മോചിതരാകുമ്പോൾ അതാണ് നമ്മെ ചില ചിന്താഗതികളോടും ധാരണകളോടും വികാരങ്ങളോടും പെരുമാറ്റ രീതികളോടും ബന്ധിപ്പിച്ചു നിർത്തുന്നത്. ഇത് ശുദ്ധീകരണത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയിൽ വസ്തുനിഷ്ഠതയും വ്യക്തതയും കൊണ്ടുവരുന്നു. ഈ മുദ്രണങ്ങളെ നമ്മൾ അരിച്ചു മാറ്റേണ്ടതുണ്ട്. ഇത് വെറുമൊരു മാനസിക പ്രതിഭാസമല്ല. ഇത് നമ്മുടെ ആന്തരിക പുരോഗതിയെയും തടയുന്നു. കാരണം മുദ്രണങ്ങൾ ബോധത്തിൽ നിശ്ചിത രൂപത്തിലുള്ള തരംഗങ്ങളെ സൃഷ്ടിക്കുന്നു. അത് ഉറച്ചുപോയിരിക്കുന്നു. ഈ മുദ്രണങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സിന്റെ അഗാധ തലങ്ങളിൽ ആഴത്തിൽ പതിഞ്ഞ സംസ്കാരങ്ങളാണ്. ഒടുവിൽ അവ ആത്മബോധത്തെ തളർത്തുന്നു. നമ്മുടെ അസ്തിത്വത്തിന്റെ ഏറ്റവും അവശ്യമായ സത്തകളിൽ നിന്ന് അവ നമ്മെ മാറ്റി നിർത്തുന്നു. നാം ഈ മുദ്രണങ്ങൾ കൂടുതൽ ആർജിക്കുമ്പോൾ ഈ ശൃംഖല ആഴമുള്ളതാകും. ഭൂമിശാസ്ത്രപരമായ അവശിഷ്ടങ്ങളിൽ നാം കണ്ടെത്തുന്ന പാളികളോട് ഇതിന് സാമ്യമുണ്ട്. ഭൂമിശാസ്ത്രം പോലെ ഇത് നമ്മുടെ ഭൂതകാലത്തിൻ്റെ ഒരു രേഖയായി മാറുന്നു. ശുദ്ധീകരണ പ്രക്രിയ നമ്മെ ഭൂതകാലത്തിൽ നിന്നും ഭാവിയിൽ നിന്നും മോചിപ്പിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ വിധി സ്വയം തീരുമാനിക്കാം. മാസ്റ്റർ ഗാർഡനറിൽ നിന്നുള്ള ഒരു ഉദാഹരണം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ആസ് എ മാൻ തിങ്കൻ എന്ന ജെയിംസ് അലൻ്റെ പുസ്തകം വായിക്കുമ്പോൾ എനിക്കത് അറിയാൻ കഴിഞ്ഞു. ആസൂത്രിതമായ രീതിയിൽ വിത്തുകൾ വിതയ്ക്കുന്ന ഒരു ഉത്തമനായ കർഷകൻ്റെ ഉദാഹരണം അദ്ദേഹം നൽകുന്നുണ്ട്. അദ്ദേഹം തൻ്റെ ആഗ്രഹപ്രകാരം ശരിയായ രീതിയിൽ തോട്ടം പരിപാലിക്കുന്നതിനു വേണ്ട കാര്യങ്ങൾ നടപ്പാക്കുന്നു. എന്ത്, എവിടെ നടണം, ഏത് കുറ്റിച്ചെടി, ഏത് വിത്ത്, ഓരോ മരവും വളരുന്നതെങ്ങോട്ട് എന്നെല്ലാം അയാൾക്കറിയാം. പക്ഷേ ആസൂത്രിതമായ പ്രവണതകളിൽ
നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ അത് അങ്ങനെ നടക്കാൻ അനുവദിച്ചാൽ കളകൾ എല്ലായിടത്തും വ്യാപിക്കും എന്ന് നിങ്ങൾക്കറിയാം. അധികം താമസിയാതെ നിങ്ങൾ ഒരു കാട്, വലിയ വനം തന്നെ സമാഹരിച്ചു കൂട്ടും. ചിന്തകൾ അതുപോലെയാണ്. ചിന്തകൾ വിത്തുകൾ പോലെയാണ്. നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാനാകുന്നില്ലെങ്കിൽ ഒരു ദിവസം അവ താറുമാറായ ജീവിതത്തിലേക്ക് നയിച്ചേക്കാം. നമ്മുടെ നിയന്ത്രണത്തിന് അതീതമായ തകർന്ന ജീവിതമാകും ഫലം. അപ്പോൾ ഈ കാട് നമ്മുടെ ബോധമാണ്. അതിൽ പരസ്പര വിരുദ്ധങ്ങളായ ആശയങ്ങളും വിരുദ്ധങ്ങളായ വികാരങ്ങളും അടക്കാനാവാത്ത ആഗ്രഹങ്ങളും അനിഷ്ടങ്ങളും ഉൾക്കൊള്ളുന്നു. നമ്മുടെ ആന്തരിക ലോകം സങ്കീർണമായി മാറുന്നു. ധ്യാനത്തിൽ ചെയ്യുന്നത് പോലെ നമ്മുടെ കണ്ണുകൾ മൃദുവായി അടയ്ക്കുന്നു. ഇവിടെ തലയുടെ മുകൾ ഭാഗം മുതൽ നട്ടെല്ലിൻ്റെ കീഴ്ഭാഗം വരെയും ഇരു ചുമലുകളിലും പുറകിലേക്കും ശ്രദ്ധയെ കൊണ്ടുവരിക. എല്ലാ സങ്കീർണതകളും മാലിന്യങ്ങളും വിട്ടുപോകുന്നു എന്ന് ചിന്തിക്കുക. അങ്ങനെ സംഭവിക്കുന്നു എന്ന് സങ്കല്പിക്കുക. സങ്കീർണതകളും മാലിന്യങ്ങളും വിട്ടുപോകുന്നു. ഏത് ഭാഗത്തിലൂടെ? പിൻഭാഗം മുതൽ മുകളിൽ നിന്ന് പുറകുവശത്തിൻ്റെ കീഴ്ഭാഗം വരെ അത് പിന്നിലൂടെ പോകുന്നു എന്ന് സങ്കല്പിക്കുക. അത് എങ്ങനെ പോകുന്നു? അത് പുകയുടെ രൂപത്തിൽ പോകുന്നു എന്ന് സങ്കല്പിക്കുക. അപ്പോൾ നമുക്ക് ഈ പ്രക്രിയയെക്കുറിച്ച് ഒന്നുകൂടി ചിന്തിക്കാം. നമ്മൾ ചെയ്യുന്നത് എന്തെന്നാൽ, എല്ലാ സങ്കീർണതകളും മാലിന്യങ്ങളും പുകയുടെ രൂപത്തിൽ നമ്മുടെ പിൻഭാഗത്തു നിന്നും നീങ്ങിപ്പോകുന്നു എന്ന ഒരു സങ്കല്പം അഥവാ നിർദ്ദേശമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു കാര്യം കൂടി ചെയ്യണമെന്ന് ഞാൻ പറയും. ഈ പ്രക്രിയയുടെ വേഗത കൂട്ടുക. ഇനി ഈ ശുദ്ധീകരണ പ്രക്രിയയിലേക്ക് മൃദുവായി അടുത്ത ഘടകം ചേർക്കുക. മുകളിൽ നിന്ന് പ്രകാശം താഴേക്ക് വരുന്നതായി സങ്കല്പിക്കുക. അത് നിങ്ങളുടെ ശരീരത്തിൻ്റെ മുൻവശത്തു നിന്നും പ്രവേശിച്ച് ശരീരത്തിലൂടെ മുഴുവൻ കടന്നുപോകുന്നു. ഇപ്പോൾ ഈ സങ്കീർണതകളും മാലിന്യങ്ങളും പിന്നിൽ നിന്ന് പുറത്തേക്ക് പോകാൻ നമ്മെ സഹായിക്കുന്നു. സങ്കീർണതകളും മാലിന്യങ്ങളും നീക്കം ചെയ്തുകൊണ്ട് അവശേഷിക്കുന്ന ശൂന്യത നിറയ്ക്കാൻ ഈ വെളിച്ചം എന്നെ സഹായിക്കുന്നു. ശുദ്ധീകരണത്തിൻ്റെ ഒടുവിൽ, അതെ, എല്ലാ സങ്കീർണതകളും മാലിന്യങ്ങളും ഇപ്പോൾ വിട്ടുപോയിരിക്കുന്നു എന്നും എനിക്ക് കൂടുതൽ ലാളിത്യവും പരിശുദ്ധിയും അനുഭവിക്കാൻ കഴിയുന്നു എന്ന ഒരു ഉറച്ച നിർദ്ദേശം നൽകുക. ഇപ്പോൾ എങ്ങനെ ശുദ്ധീകരണം നടത്തണം എന്ന് നിങ്ങൾക്ക് അറിയാം. ഈ ഒരു ശുദ്ധീകരണ രീതി എന്നും വൈകുന്നേരം ചെയ്യുക. ഇടയ്ക്ക് നിങ്ങൾക്ക് പകൽ സമയത്തോ അല്ലെങ്കിൽ വീണ്ടും രാത്രി സമയത്തോ എനിക്ക് ശുദ്ധീകരണം ചെയ്യണം എന്ന് തോന്നിയാൽ ഒരു കുഴപ്പവുമില്ല. കുറച്ച് സമയം, 10 മിനിറ്റോ 15 മിനിറ്റോ നിങ്ങൾക്കിത് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ചില സമയങ്ങളിൽ ദുർബലരായി പോവുകയും വികാരങ്ങൾക്ക് കീഴ്പ്പെട്ടു പോവുകയും ചെയ്യുന്ന നിമിഷങ്ങളുണ്ട്. അവ പൊട്ടിത്തെറിച്ച് ഒരു അഗ്നിപർവ്വതം പോലെ പുറത്തു വരുന്നതിന് മുമ്പ്, അത് സംഭവിക്കുന്നതിന് മുമ്പ് ഈ ഒരു ശുദ്ധീകരണ രീതി സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് സമയം ഇരുന്ന് ശുദ്ധീകരണം നടത്താം. എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം കൂടി പറയാം. ചിലപ്പോൾ ഞാൻ ഫാർമസിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്നതിന് മുമ്പ്, ഫാർമസിയിൽ നിന്ന് പോരുന്നതിന് തൊട്ടു മുൻപ് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഒരു ഫോൺ വരികയും ഭാര്യയുമായി സംസാരിക്കുകയും അവർ വഴക്കിടുകയും ചെയ്തെന്ന് വയ്ക്കുക. അതിനുശേഷം വീട്ടിലെത്തുമ്പോൾ നിങ്ങൾക്ക് തോന്നി, ശരി, അവൾ ഇന്ന് എന്നോട് ഇങ്ങനെയെല്ലാം വഴക്കിട്ടു, ഇപ്പോഴും അതേ കാര്യങ്ങൾ തന്നെ പറയുന്നു.
അപ്പോൾ നിങ്ങൾ വളരെയധികം ദേഷ്യത്തോടെയായിരിക്കും വീട്ടിൽ പ്രവേശിക്കുക. ഇന്ന് ഞാൻ അവളോട് കയർക്കും, അല്ലേ? പക്ഷേ നിങ്ങൾക്ക് സ്വയം ഓർമ്മിപ്പിക്കാൻ കഴിഞ്ഞാൽ, ശരി, ഞാൻ നിശബ്ദനായിരുന്ന് എൻ്റെ ശുദ്ധീകരണം ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾ വീട്ടിലേക്ക് എത്തുന്ന മാത്രയിൽ തന്നെ എല്ലാ അസ്വസ്ഥതകളും ദേഷ്യവും അപ്രത്യക്ഷമാകും. നിങ്ങളുടെ ഭാര്യയുടെ മുഖം വാടും. എന്നിട്ട് പറയും, ഓ, ഇന്ന് അദ്ദേഹത്തിന് യാതൊരു ദേഷ്യവുമില്ലല്ലോ. ചിലപ്പോൾ നിങ്ങൾക്കറിയാമോ, നമ്മുടെ പങ്കാളികൾ വല്ലാതെ നമ്മളെ കബളിപ്പിക്കും. ആരെയും വേദനിപ്പിക്കാതെ വളരെ തന്ത്രപൂർവം ഇതിൽ നിന്ന് ഒരുവിധം പുറത്തു കടക്കാൻ നമുക്ക് കഴിയും. അതിനാൽ നിങ്ങൾ ഒരു വഴക്ക് ഒഴിവാക്കാം. അത് സംഭവിച്ചിരുന്നെങ്കിൽ കൂടുതൽ മുദ്രണങ്ങൾ ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് ശുദ്ധീകരണം പല വിധത്തിൽ ചെയ്യാം. എല്ലാ വൈകുന്നേരങ്ങളിലും പതിവായി ചെയ്യേണ്ട കാര്യമാണ്. അത് ശരി തന്നെ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ വൈകാരികമായ ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിക്കാൻ സാധ്യതയുള്ളിടത്ത് നിങ്ങൾക്ക് അതിനു മുമ്പേ തന്നെ അതിനെ തടയാനും അതിലൂടെ നിങ്ങൾക്ക് ആ സന്ദർഭത്തെ രക്ഷിക്കാനും ഒരു കലാപം ഒഴിവാക്കാനും കഴിയും. മൂന്നാമത്തെ സാഹചര്യം നിങ്ങൾക്കറിയുമോ? ഉദാഹരണത്തിന്, ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിൽ പോകുന്നു. നിങ്ങളുടെ സഹപ്രവർത്തകരോടും ചില ബിസിനസ്സുകാരോടും ഒപ്പം ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയോ തക്കാളി സോസ് നിങ്ങളുടെ ഷർട്ടിൽ പറ്റുന്നു. ഈ വെള്ള ഷർട്ടും ധരിച്ച് ഷർട്ടിൽ ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസും ഇട്ട് നടന്ന് ഈ ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിച്ചു എന്ന് എല്ലാവരെയും നിങ്ങൾ അറിയിക്കുമോ? ഇല്ല. നിങ്ങൾ അത് വളരെ നേരം വെച്ചിരുന്നാൽ നിങ്ങൾക്ക് അത് നന്നായി വൃത്തിയാക്കാൻ കഴിയില്ല. കറ നിലനിൽക്കും. പക്ഷേ ഉടനെ തന്നെ വൃത്തിയാക്കിയാൽ കറ നീക്കം ചെയ്യാൻ കഴിയും. അത് സ്ഥിരമായ ഒരു അടയാളമായി നിലനിൽക്കുകയില്ല. നമ്മുടെ മനസ്സിനും ഇതുതന്നെ സംഭവിക്കുന്നു. ഇന്നലെ ഞാൻ എൻ്റെ കൊച്ചുമകൾക്ക് പഞ്ചതന്ത്ര കഥ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഒരിടത്ത് വളരെ ധനികനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു മകൻ ഉണ്ടായിരുന്നു. അവൻ ഒരു നിർഗുണനായിരുന്നു. അവൻ ഒരു ജോലിയും ചെയ്തിരുന്നില്ല. അങ്ങേയറ്റം മടിയനായ വ്യക്തി. മിക്ക സമ്പന്നരായ ആളുകൾക്കും ഈ ഒരു പ്രശ്നമുണ്ട്, മടിയന്മാരായ മക്കൾ. ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ലാത്തവരും ഉണ്ടാകാം. അതിനാൽ ആരെയെങ്കിലും വിഷമിപ്പിച്ചെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. പക്ഷേ പൊതുവെ അങ്ങനെയാണ്. അതുകൊണ്ട് അദ്ദേഹം തൻ്റെ മകനെ ഒരു പണ്ഡിതൻ്റെ അടുത്ത് കൊണ്ടുപോയി. പണ്ഡിതൻ പറഞ്ഞു, ശരി, നിങ്ങളുടെ മകനെ എൻ്റെ അടുത്തേക്ക് അയക്കൂ. ഞാൻ അവനെ നന്നാക്കിയെടുക്കാം. അദ്ദേഹം അപ്രകാരം ചെയ്തു. മകൻ പണ്ഡിതൻ്റെ അടുത്ത് ചെന്നപ്പോൾ പണ്ഡിതൻ പറഞ്ഞു, ശരി, ഈ ചെടിയെടുത്ത് വേരോടെ പിഴുതുമാറ്റൂ. അത് ഒരു ചെറിയ കുറ്റിച്ചെടിയായിരുന്നു. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ അവന് അത് ചെയ്യാൻ കഴിഞ്ഞു. തുടർന്ന് അവനെ കുറച്ചുകൂടി വളർന്നു പന്തലിച്ച ഒരു മരത്തിലേക്ക് അയക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് പറിച്ചെടുക്കാൻ കഴിയാത്തതെന്താണ്? ഇത് പറിച്ചെടുക്കാൻ അയാൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നന്നായി പരിശ്രമിക്കൂ എന്ന്. എന്നിട്ട് അവൻ ദിവസം മുഴുവൻ ചെലവഴിച്ചു. പക്ഷേ ഒടുവിൽ അവനത് വേരോടെ പിഴുതെടുക്കാൻ കഴിഞ്ഞു. മൂന്നാമത്തെ ദിവസം പണ്ഡിതൻ അവനോട് ഏകദേശം 50 വർഷം പഴക്കമുള്ള മരം പിഴുതെടുക്കാൻ പറഞ്ഞു. നിങ്ങൾക്കറിയുമോ, ആ കുട്ടി അതും ശ്രമിച്ചു. എന്നാൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ പണ്ഡിതൻ അവനോട് ചോദിച്ചു, ഇതിൽ നിന്ന് നിനക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞോ? അവൻ പറഞ്ഞു, ചെറിയ ചെടികളെ പറിച്ചു മാറ്റാൻ എനിക്ക് കഴിയും, എന്നാൽ വലിയ ചെടികളെ മാറ്റാൻ കഴിയില്ല എന്ന്. അപ്പോൾ പണ്ഡിതൻ അവനോട് പറഞ്ഞു, നോക്കൂ, വളരെ കരുത്താർജിച്ച ആഴത്തിൽ വേരുകളുള്ള ഈ മരം അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ നിങ്ങളുടെ ശീലങ്ങൾ ഉള്ളിലേക്ക് വളരെ ആഴത്തിൽ പോയിരിക്കുന്നതിനാൽ അത് നീക്കം ചെയ്യാൻ പ്രയാസമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചീത്ത സ്വഭാവം ഉണ്ടെങ്കിൽ പുതിയതായി വരുന്നവ, പുതിയ ദുശീലങ്ങൾ, അത് മരമാകുന്നതിന് മുമ്പ്
മുറിച്ചു മാറ്റുക. അത് ചെറുതും കൈകാര്യം ചെയ്യാൻ കഴിയുന്നതുമായിരിക്കുമ്പോൾ തന്നെ മുറിക്കുക. ഇതിനർത്ഥം മോശം ശീലങ്ങളെക്കുറിച്ച് ചിന്തിക്കരുത്. കാരണം അവ നിങ്ങളിൽ കളകളായി മാറുകയും നിങ്ങളെ വ്യക്തിപരമായി വളരാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ നിന്നും പാഴ്ചെടികൾ നീക്കം ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ ഇതും എന്തുകൊണ്ട് ചെയ്യുന്നില്ല? നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും വേണ്ടി നല്ല ആത്മീയ ഉദ്യാനം സൃഷ്ടിക്കാൻ നാം ശ്രമിക്കുകയാണ്. അപ്പോൾ ചീത്ത സ്വഭാവങ്ങൾ പാഴ്ചെടികൾ പോലെയാണ്. അതിനെ അതിജീവിക്കാൻ നമുക്ക് കഴിയണം. നമുക്ക് വേണ്ടി അത് തരണം ചെയ്യാൻ മറ്റാർക്കും കഴിയില്ല. ഗുരുവിനോ മാസ്റ്റർക്കോ ദൈവത്തിന് പോലും കഴിയില്ല. നമ്മളാണ് അത് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ തന്നെ അത് നീക്കം ചെയ്യണം.